സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിൽ അഹാനയെയും മറികടന്ന് രേണുസുതി. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 303 സബ്സ്ക്രൈബർമാരെ രേണുവിന് ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ അഹാനയെയും മറികടന്ന് രേണു മുന്നേറുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ പുത്തൻ ഫീച്ചറായ സബ്സ്ക്രിപ്ഷൻ സേവനം മലയാളി സെലിബ്രിറ്റികൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികളിൽ പലരും ഈ സേവനം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സിന് നിശ്ചിത തുക മാസം തോറും നൽകുന്നതിലൂടെ അവർ പങ്കുവെക്കുന്ന പ്രത്യേക പോസ്റ്റുകളും സ്റ്റോറികളും കാണാൻ സാധിക്കുന്ന ഈ പെയ്ഡ് മെമ്പർഷിപ്പ് രീതി ഇപ്പോൾ വരുമാന മാർഗമെന്ന നിലയിൽ പലരും പയറ്റി നോക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ സെലിബ്രിറ്റി കുടുംബമായ കൃഷ്ണകുമാറിൻ്റെ മക്കളായി പലരും സജീവത്തുണ്ട്. അതായത് അഹാന, ഇഷാനി, ഹൻസിക, ദിയ എല്ലാവരും സജീവമായി യൂട്യൂബിൽ വാഴുന്നുണ്ട്. ദിയ കൃഷ്ണ ഒഴികെയുള്ള അഹാന, ഇഷാനി, ഹൻസിക എന്നിവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ സബ്സ്ക്രിപ്ഷൻ സേവനം ആരംഭിച്ചു കഴിഞ്ഞു. മലയാളം ക്രിയേറ്റേഴ്സിൽ അഹാന കൃഷ്ണയാണ് ഈ മാതൃക ആദ്യം പരീക്ഷിച്ചത്. പ്രതിമാസം 290 രൂപയാണ് അഹാന തൻ്റെ സബ്സ്ക്രിപ്ഷനായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ 5 മാസമായിട്ടും ഏകദേശം 150 സബ്സ്ക്രൈബർമാരെ മാത്രമേ അഹാനയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ അഹാനയുടെ അനിയത്തി ഹൻസികയും ഇതേ തുകയ്ക്കാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെങ്കിലും കുറഞ്ഞ കാലയളവിൽ തന്നെ 300-ലധികം പേരെ സ്വന്തമാക്കാൻ ഹൻസികയ്ക്ക് സാധിച്ചു. ഇഷാനിക്കാവട്ടെ നിലവിൽ 32 ആൾക്കാരാണ് ഫോളോവേഴ്സാണ് ഉള്ളത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ സെലിബ്രിറ്റിക്കിടയിലെ ഈ സബ്സ്ക്രിപ്ഷൻ മത്സരത്തിനിടയിലേക്കാണ് വൈറൽ താരം രേണുസുതി അപ്രതീക്ഷിതമായി എത്തിയത്. അപ്രതീക്ഷിത കുതിപ്പുമായി എത്തിയത്. എന്നാൽ അഹാനയേക്കാൾ കുറഞ്ഞ നിരക്കിൽ, അതായത് വെറും 199 രൂപയ്ക്കാണ് രേണുസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. നിരക്കിലെ ഈ കുറവ് രേണുവിന് ഗുണകരമായി മാറിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ 303 സബ്സ്ക്രൈബർമാരെ രേണുവിന് ലഭിച്ചു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിൽ അഹാനയെയും ഹൻസികയെയും മറികടന്ന് രേണു മുന്നേറുകയാണ്. പ്രമുഖ താരങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരായ ആൾക്കാർക്കാണ് ആരാധകർ കൂടുതൽ ഉള്ളത്. അതിൻ്റെ തെളിവെന്നോണം രേണുസുതി നിശ്ചയിച്ചത് വെറും 199 രൂപയാണ്. ഇതിനകം തന്നെ 575 സബ്സ്ക്രൈബേഴ്സിനെയാണ് രേണുസുതി സ്വന്തമാക്കിയത്. അതേസമയം ഇൻസ്റ്റഗ്രാമിലെ ഈ പൈസ പിരിവ് രീതിയെ എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നില്ല. പണം നൽകി ബോറടിപ്പിക്കുന്ന വീഡിയോകൾ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ആളുകളും രേണുവിനെയും രംഗത്തെത്തിയിട്ടുണ്ട്. രേണുവിൻ്റെ വീഡിയോകളെ പരിഹസിച്ചും വിമർശിച്ചും നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. രേണുവിനെതിരെ മാത്രമല്ല, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സെലിബ്രിറ്റികൾ എന്തിനാണ് സാധാരണക്കാരായ ആരാധകരിൽ നിന്നും ഇത്ര വലിയ തുക സബ്സ്ക്രിപ്ഷനായി എടുക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ തുക ഈടാക്കുന്നത് എന്ന തരത്തിൽ വലിയ വിമർശനങ്ങളും ഈ സബ്സ്ക്രിപ്ഷൻ സേവനം പ്രയോജനപ്പെടുത്തുന്ന സെലിബ്രിറ്റികൾക്ക് എതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും കാത്തിരിക്കാം രേണുസുതി 1000 സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കുന്ന ദിവസത്തിനായി. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്